പ്രിയപ്പെട്ട കുട്ടികളെ, ഗണിതശാസ്ത്ര ക്ലബിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാധാരണ ക്വിസ് മത്സരങ്ങൾക്കും മറ്റു ചില മത്സര പരീക്ഷകൾക്കും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ വിശകലനമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നോക്കാം. ഹിയർ ഹൗ മെനി ട്രയാങ്കിൾസ് ഇൻ ദ ഫിഗർ. ചോദ്യം ഇതാണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഇത് ഒരു ചെറിയ ചിത്രമായതുകൊണ്ട് നമുക്ക് ഇതിനെ എണ്ണി നോക്കാൻ പറ്റും, അല്ലെ? ഇതിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. നമുക്ക് എങ്ങനെയാണ് എണ്ണി നോക്കുക? എത്ര ത്രികോണങ്ങൾ നോക്കാം. ഇതാണ് ഒന്നാമത്തെ ത്രികോണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ത്രികോണം ഇതാണ്. ഇനി രണ്ടാമത്തെ ത്രികോണം ഇതാണ്. ഇത് രണ്ടാമത്തെ ത്രികോണമായി. പിന്നെ മൂന്നാമത്തെ ത്രികോണം ഇതാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ ആകെ എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്ന് പറയാം? ആകെ 3 ത്രികോണങ്ങൾ ഉണ്ട് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ ആകെ ത്രികോണങ്ങൾ 3 ഇത് ചെറിയ ചിത്രമായതുകൊണ്ട് നമ്മൾ എണ്ണി നോക്കി. പക്ഷെ ഇതിനെ നമ്മൾ മറ്റൊരു തരത്തിൽ പറയാം. ഇവിടെ 1, ഇവിടെ 2, അതായത് വലിയ ത്രികോണത്തെ 2 ചെറിയ ത്രികോണങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ ത്രികോണങ്ങളെ 1 + 2 = 3 എന്ന രീതിയിലും പറയാം. 1 + 2 = 3. ഇവിടെ നമ്മൾ എങ്ങനെയാണ് എണ്ണിയത്? ഇവിടെ നമ്മൾ എണ്ണിയത് ചെറിയ ത്രികോണങ്ങളുടെ എണ്ണം 2, പിന്നെ അതിനേക്കാൾ വലിയ ത്രികോണം എന്ന് പറയുന്നത് 1. അപ്പൊ 2 + 1, 2നേക്കാൾ 1 കുറവ് എന്ന രീതിയിലാണ് അത് വരുന്നത്. ഇനി നമ്മൾ മറ്റൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. ഞാൻ മറ്റൊരു ഉദാഹരണം നോക്കാം. ഹിയർ ഹൗ മെനി ട്രയാങ്കിൾസ് ഇൻ ദ ഫിഗർ. നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ ഇവിടെ ചിത്രത്തിൽ ഒരു വലിയ ത്രികോണത്തെ 3 ചെറിയ ത്രികോണങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എണ്ണുകയാണെങ്കിൽ നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ആശയം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? എത്ര ചെറിയ ത്രികോണങ്ങളുടെ എണ്ണം നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇതാണ് ഇത് ഒന്നാമത്തെ ത്രികോണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ത്രികോണം. രണ്ടാമത്തെ ത്രികോണം ഇതാണ്. മൂന്നാമത്തെ ത്രികോണം ഇതാണ്. നാലാമത്തെ ത്രികോണം ഇതാണ്. അഞ്ചാമത്തെ ത്രികോണം എന്ന് പറയുന്നത് ഇതാണ്. ആറാമത്തെ ത്രികോണം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അപ്പൊ 6 ത്രികോണങ്ങൾ ഉണ്ട് ഈ ചിത്രത്തിൽ. 6 ത്രികോണങ്ങൾ ഉണ്ട് എന്ന് പറയാം. ഇനി അപ്പോ വലിയ വലിയ ത്രികോണങ്ങൾ വന്നാൽ, ഇപ്പൊ ഈ ഒരു ത്രികോണത്തെ 3 ചെറിയ ത്രികോണങ്ങളായി ഭാഗിച്ചു. അപ്പോൾ കൂടുതൽ ത്രികോണങ്ങളായി ഭാഗിച്ചാൽ എങ്ങനെയാണ് നമുക്ക് എണ്ണാൻ കഴിയുക? അപ്പൊ അത് ഇവിടെ 6 ത്രികോണങ്ങൾ എന്ന് പറയുന്നത്, 6 എന്ന് പറയുന്നത് ചെറിയ ത്രികോണങ്ങൾ 3, പിന്നെ 2 ത്രികോണങ്ങൾ ചേർന്ന് വരുന്നത് 2 എണ്ണം, പിന്നെ ഒരു വലിയ ത്രികോണം. അങ്ങനെയാണ് 6 ത്രികോണങ്ങൾ വരുന്നത്. അപ്പോ 3 + 2 + 1 തിരിച്ചു പറയുകയാണെങ്കിൽ 1 കൂട്ടണം 2 കൂട്ടണം 3. അപ്പൊ നമുക്ക് ഇതിന്റെ എളുപ്പ വഴി, ഷോർട്ട് കട്ട് മെത്തേഡ് ഇങ്ങനെ പറയാം. 1 + 2 + 3 = 6. എങ്ങനെയാണ് 3 വരെ എത്തിയത്? ഇവിടെ 3 ചെറിയ ത്രികോണങ്ങളാണ് ഉള്ളത്. അപ്പൊ നേരത്തെ 2 ത്രികോണങ്ങളായിരുന്നു. അപ്പൊ ആകെ ത്രികോണങ്ങൾ 1 കൂട്ടണം 2, 3 എന്ന് കിട്ടി. ഇവിടെ 3 ത്രികോണങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്. അപ്പൊ ആകെ ത്രികോണങ്ങൾ എങ്ങനെയാണ്? 1 + 2 + 3 = 6. അപ്പൊ 4 ത്രികോണങ്ങളായി ഭാഗിച്ചിരുന്നുവെങ്കിലോ 1 + 2 + 3 + 4 = 10 എന്ന രീതിയിലേക്ക് വരുമായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഇവിടെ 1, 2, 3, 4 ത്രികോണങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും, അല്ലെ? എത്ര ത്രികോണങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്? 4 ത്രികോണങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ത്രികോണങ്ങൾ ഉണ്ടാകും? നമ്മളിപ്പോ ഇവിടെ എണ്ണി നോക്കുന്നില്ല, നേരിട്ട് ആ എളുപ്പ വഴിയിലൂടെയൊക്കെ പോവുകയാണ്. എന്ത് ചെയ്താൽ മതി? 4 ത്രികോണങ്ങളായി ഭാഗിച്ചത് കൊണ്ട് 1 + 2 + 3 + 4 = എത്ര? 10 എന്ന് കിട്ടി. 1 + 2 + 3 + 4 = 10 എന്ന് കിട്ടി. അപ്പൊ ഈ രീതിയിലുള്ള ചിത്രങ്ങൾ വരികയാണെങ്കിൽ എത്ര ത്രികോണങ്ങളായി ഭാഗിച്ചാലും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 10 ത്രികോണങ്ങളായി ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? 1 + 2 + 3 + 4 അങ്ങനെ 10 വരെയാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ 10 ത്രികോണം ഇവിടെ നോക്കിക്കോ. ഇവിടെ എത്ര ത്രികോണങ്ങൾ ഉണ്ട് നോക്കാം. 1, 2, 3. നമുക്ക് എണ്ണി നോക്കാം എത്ര ത്രികോണങ്ങൾ ഉണ്ട് നോക്കാം. എത്രയാ? 8 ത്രികോണങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്, അല്ലെ? ചിത്രത്തിൽ 8 ത്രികോണങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആകെ ത്രികോണങ്ങളുടെ എണ്ണം എന്തായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിയേ. 1 മുതൽ 8 വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ മതി. പക്ഷെ ഇവിടെ 1 മുതൽ 8 വരെയുള്ള സംഖ്യകൾ കൂട്ടാനും ഒരു എളുപ്പ വഴിയുണ്ട്.
എന്ത് ചെയ്താൽ മതി? 1 മുതൽ 8 വരെയുള്ള സംഖ്യകൾ നമ്മൾ നേരത്തെ ആദ്യം 1+2 ചെയ്തു, 1+2+3+4 ചെയ്തു. അപ്പൊ 1 മുതൽ 8 വരെ ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് 1 മുതൽ 8 വരെയല്ല, തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കൂട്ടാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എത്ര സംഖ്യ വരെയാണോ കൂട്ടേണ്ടത് ആ സംഖ്യയെ അതിന്റെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിച്ച് പകുതിയാക്കിയാൽ മതി. ഇഫ് യു മൾട്ടിപ്ലൈ ദാറ്റ് നമ്പർ ഇൻ ടു ഇറ്റ്സ് നെക്സ്റ്റ് നമ്പർ ആൻഡ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ 8 ആണുള്ളത്. 8 is the number. The next number is 9. 8 into 9 divided by 2. 8നെ അടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക, 9 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കുക. അപ്പോ 1 മുതൽ 8 വരെയുള്ള സംഖ്യകളുടെ തുക കാണാനുള്ള എളുപ്പ വഴി ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 8 9 9 8 എത്രയാണ്? 72. 72/2 36. അപ്പോ എത്ര സംഖ്യകളുടെ തുകകൾ വേണമെങ്കിലും കാണാം. അപ്പൊ ഇങ്ങനെയുള്ള വലിയൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 10 ത്രികോണങ്ങളായി ഭാഗിച്ചാൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടാൽ മതി, അല്ലെ? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക എങ്ങനെ കാണാം? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 10 ഗുണിക്കണം 11/2. അപ്പൊ 55 എന്ന് കിട്ടും, അല്ലെ? അപ്പൊ 1 മുതൽ 20 വരെയുള്ള സം ഓഫ് ഫസ്റ്റ് 20 നമ്പേഴ്സ്, ദാറ്റ് ഈസ് 20 into 21 divided by 2. നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്യാം. സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് പൊതുവായി പറയുകയാണെങ്കിൽ, ബീജഗണിതം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ തുക നമുക്ക് കാണാം. 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ n ഒരു സംഖ്യ, അതിന്റെ തൊട്ടടുത്ത സംഖ്യ n കൂട്ടണം 1/2. അപ്പൊ n into n plus 1/2 എന്ന് എഴുതാം. ഇത് നമ്മൾ ഇവിടെ പറയാൻ കാരണം എന്താണ്? ത്രികോണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ചിത്രം. ആ ചിത്രത്തിൽ നിന്നാണ് നമ്മൾ ഈ കാര്യം പറയാൻ കാരണം. മനസ്സിലായല്ലോ? അപ്പൊ ത്രികോണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗം കണ്ടു നോക്കുക. ഇനി ഞാൻ മറ്റൊരു ചിത്രമാണ് നിങ്ങളോട് പറയുന്നത്. മറ്റൊരു ചോദ്യമാണ്, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ദിസ് ഫിഗർ? ഈ ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം, അല്ലെ? എത്ര സമചതുരങ്ങൾ ഉണ്ട്? നിങ്ങൾ എണ്ണി നോക്കിക്കോ. 1 2 3 4 ആണ് നിങ്ങൾ കിട്ടിയ ഉത്തരം. നമുക്കൊന്ന് എണ്ണി നോക്കാം. സമചതുരങ്ങൾ ഏതാണെന്നൊക്കെ എണ്ണി നോക്കാം. ഒന്നാമത്തെ സമചതുരം കണ്ടല്ലോ, 1. പിന്നെ രണ്ടാമത്തെ സമചതുരം 2, 3. മൂന്നാമത്തെ സമചതുരം 4, പിന്നെ 5. അപ്പൊ ആകെ 5 സമചതുരങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ്. 5 സമചതുരങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. അപ്പോ ഇത് കണ്ടുപിടിക്കാനും ഒരു എളുപ്പ വഴി നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇനി എളുപ്പ വഴിയാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ഈ സമചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന രീതി. ആദ്യം നമ്മളിങ്ങനെ നോക്കുക. ഇവിടെ 2, 1 2, ഇങ്ങോട്ടേക്ക് 2 ഉണ്ട്, അല്ലെ? 2 എണ്ണമാണുള്ളത്. 2 എണ്ണമുണ്ട്. ഇങ്ങോട്ട് 1 2, അപ്പോ 2 എണ്ണം. ഇത് 2/2 സമചതുരമാണ്. അതുകൊണ്ട് 2 into 2 = 4 എന്ന് എഴുതുക. അതായത് ഈ ചെറിയ സമചതുരങ്ങളുടെ എണ്ണമാണ് 4 എന്ന് ഉദ്ദേശിക്കുന്നത്. കിട്ടിയത് വരിയിൽ എത്രയുണ്ട്? 2. ഒരു നിരയിലും 2 ഉണ്ട്. അങ്ങനെ 2 into 2 = 4 എന്ന് കിട്ടും. ഇനി 2നേക്കാൾ 1 കുറക്കുക. ആ സംഖ്യയിൽ 1 കുറച്ചാൽ 1 into 1. അത് വലിയ സമചതുരത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ സമചതുരങ്ങൾ എണ്ണുമ്പോൾ ആദ്യം 4 സമചതുരങ്ങൾ കിട്ടി, പിന്നീട് 1 സമചതുരമാണ് കിട്ടിയത്. അങ്ങനെ ടോട്ടൽ 5 സമചതുരങ്ങളാണ് ഉണ്ടായത്, അല്ലെ? ടോട്ടൽ 5 സ്ക്വയേഴ്സ് ആണ്. അതിന്റെ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് 2 into 2 = 4, 1 into 1 = 1. എങ്ങനെയാണ് 2 into 2 കിട്ടിയത്? ഈ 2 എന്ന് സൂചിപ്പിക്കുന്നത് ഒരു വരിയിലുള്ള സമചതുരങ്ങളുടെ എണ്ണമാണ്. പിന്നെ 1 കുറച്ച് താഴെ എഴുതുക. അപ്പൊ ആകെ എത്ര എണ്ണം കിട്ടും? ആകെ 5 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് മറ്റൊരു വഴിയിലൂടെയും പറയാം. ഇവിടെ 2 into 2 എന്ന് സൂചിപ്പിക്കുന്നത് 2 സ്ക്വയർ ആണ്. 1 into 1 എന്ന് പറഞ്ഞാലോ 1 സ്ക്വയർ. ഇത് ഇവിടെ നമുക്ക് 2 സമചതുരങ്ങളല്ലേ ഒരു വരിയിലുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ 1 square plus 2 square എന്നും പറയാം. 1 square plus 2 square = 5 എന്ന രൂപത്തിലെത്താം. 1 square plus 2 square = 5 എന്ന രൂപത്തിലും വരാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം. ഈ ഒരു ചോദ്യം ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങൾ അടുത്ത ഉദാഹരണത്തിൽ നോക്കുക. ഇവിടെ നോക്കുക, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ദിസ് ഫിഗർ? ഇവിടെ എത്ര സമചതുരങ്ങളുണ്ട്? ഒരു വരിയിൽ 3 സമചതുരങ്ങളുണ്ട്.
ഒരു വരിയിൽ 3 സമചതുരങ്ങളുണ്ട്, നിരയിലും 3 സമചതുരം. സമചതുരമായതുകൊണ്ട് ഒരു വരിയിൽ എത്രയാണോ അത്രയും എണ്ണം തന്നെയായിരിക്കും എവിടെയും ഉണ്ടാവുക, നിരയിൽ ഉണ്ടാവുക. അല്ലെ? നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ സംഖ്യകൾ എഴുതാം. 1, 2, 3. ഇങ്ങോട്ടേക്ക് 3 സമചതുരങ്ങളാണ് ഉള്ളത്. ഇനി താഴോട്ട് എത്രയുണ്ട് നോക്കാം. 1, 2, 3. 3 സമചതുരങ്ങളുണ്ട്. ഇനി നമ്മള് ഒന്ന് നോക്കുക. അപ്പൊ ആകെ എന്ത് വരും? ആദ്യം എങ്ങനെയാണ്? 3 ഗുണിക്കണം 3 ആണ്. അപ്പൊ 3 ഗുണിക്കണം 3 9. പിന്നെ 1 കുറയും. 2 ഗുണിക്കണം 2 4. 1 ഗുണിക്കണം 1 1 എന്ന ക്രമത്തിലായിരിക്കും കിട്ടുക. അതായത് ചെറിയ സമചതുരങ്ങൾ 9, അതിനേക്കാൾ കുറച്ച് വലിയ സമചതുരങ്ങൾ, അതായത് ഇതൊരു യൂണിറ്റായി പരിഗണിച്ചാൽ 1 യൂണിറ്റ് വശമുള്ള സമചതുരങ്ങളുടെ എണ്ണം 9, 2 യൂണിറ്റ് വശമുള്ള സമചതുരങ്ങളുടെ എണ്ണം 4, 3 യൂണിറ്റ് വശമുള്ള സമചതുരങ്ങളുടെ എണ്ണം 1 എന്ന ക്രമത്തിൽ വരും. നമ്മൾ ഷോർട്ട് കട്ടായി പറയുമ്പോൾ ആകെ 3 ഉള്ളത് കൊണ്ട് 3 into 3, 2 into 2, 1 into 1 ഇതൊക്കെ കണ്ട് എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 3 into 3 കാണുക, 2 into 2 കാണുക, 1 into 1 കാണുക. അപ്പൊ നമുക്ക് ആകെ എത്ര കിട്ടും? 14 സമചതുരങ്ങളാണ് നമുക്ക് കിട്ടുക. അല്ലെ? 14 സമചതുരങ്ങളാണ്. ഇതിനെ നമുക്ക് മറ്റൊരു വഴിയിലൂടെയും പറയാം. ഇവിടെ ആകെ 3 സമചതുരങ്ങളിലുണ്ട്. എങ്ങനെ പറയാം? 1 square, 2 square, 3 square എന്ന് പറയാം. അപ്പൊ 1 square plus 2 square plus 3 square സമം 14 എന്ന് പറയാം. 1 square plus 2 square plus 3 square സമം 14 എന്ന് കിട്ടുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സമചതുരങ്ങളുടെ എണ്ണം നമ്മൾ കണ്ടെത്തിയത്. ഞാൻ വേറൊരു ഉദാഹരണം കൂടി നോക്കാം. ഇത് നിങ്ങളെ ഒന്ന് ചെയ്തു നോക്കുക, ഹോംവർക്കായി ചെയ്തു നോക്കുക. നേരത്തെ പറഞ്ഞ ആശയം വെച്ചുകൊണ്ട് ഒരു ചോദ്യമാണിത്. നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിത്രത്തെ നോക്കുക, എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തുക, എന്നിട്ട് എനിക്ക് അയച്ചു തരിക. മനസ്സിലായല്ലോ? ഉത്തരം നിങ്ങൾ സ്വന്തമായി കണ്ടെത്തുക. ഈ ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സമചതുരങ്ങളുടെ എണ്ണം കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ ഈ സമചതുരങ്ങളെല്ലാം എന്തായിരിക്കും? ഒരു വലിയ സമചതുരത്തിനകത്താണ്. അല്ലെ? ഓൾ ദി സ്ക്വയേഴ്സ് ആർ ലൈസ് ഇൻ ദ ബിഗ് സ്ക്വയർ. അങ്ങനെ അല്ലാത്ത ചിത്രം വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇറ്റ് ഈസ് നോട്ട് എ സ്ക്വയർ, ഇതൊരു റെക്ടാംഗിൾ ഫോം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ദിസ് റെക്ടാംഗിൾ, ഇൻ ദിസ് ഫിഗർ? ഈ ഒരു ദീർഘചതുരാകൃതിയിലുള്ള ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട്, എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് ഇതും ഉപയോഗിക്കുക. ഇവിടെ ആദ്യം ഒരു വരിയിൽ എത്രയുണ്ട് എന്ന് നോക്കുക. 1 2 3 അല്ലെ? 1 2 3 വരിയിൽ 3 എണ്ണമുണ്ട്. ഒരു നിരയിലോ 2 എണ്ണമാണ്. 1 2. അപ്പൊ ഇവിടെ 3, ഇവിടെ 2. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ആദ്യം 3 ഗുണിക്കണം 2 എഴുതുക. 3 ഗുണിക്കണം 2 എന്ന് എഴുതുക. അപ്പൊ 3 ഗുണിക്കണം 2 6. പിന്നെ 2 ഗുണിക്കണം 1. 3 ഗുണിക്കണം 2. 3 ഗുണിക്കണം 2 എങ്ങനെ കിട്ടി? മനസ്സിലായല്ലോ? 3ഉം 2ഉം അല്ലെ? ഈ 3 ഈ 2. പിന്നെ രണ്ട് സംഖ്യകളിൽ നിന്നും 1 കുറക്കുക. അപ്പൊ 3ൽ നിന്ന് 2 കുറച്ചാൽ, 3ൽ നിന്ന് 1 കുറച്ചാൽ 2 ആവും. 2ൽ നിന്ന് 1 കുറച്ചാൽ 1 ആകും. അപ്പൊ 2 into 1 സമം 2. ഇത് നമ്മൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ 2ൽ നിന്ന് 1 കുറച്ചാൽ 1, 1ൽ നിന്ന് 1 കുറച്ചാൽ 0. 1 into 0 എന്നാണ്. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ആകെ എന്നത് 8 സമചതുരങ്ങളാണ് കിട്ടുക. ഇതിൽ ആകെ 8 സമചതുരങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെ? ഇനി ഇതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു ചോദ്യം കൂടി പറയുകയാണ്. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ദിസ് ഫിഗർ? ഈ ഒരു ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മൾ ഒരു വരിയിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട് എന്ന് എണ്ണി നോക്കുക. ഒരു വരിയിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട്? എത്രയുണ്ട്? 7 സമചതുരങ്ങളാണ് ഒരു വരിയിലുള്ളത്. ഒരു നിരയിൽ എത്ര ഉണ്ടാവും നോക്കിയേ? ഒരു നിരയിൽ എത്രയുണ്ട് നോക്കുക. ഒരു നിരയിൽ 4 സമചതുരങ്ങളാണ് ഉണ്ടാവുക. അല്ലെ? അപ്പൊ 7 4 എന്ന് മനസ്സിലായി. ഇനി നമ്മൾ ചില ക്രിയകൾ ചെയ്താൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ക്രിയകൾ ഒന്ന് എഴുതി നോക്കുക. ആദ്യം എന്ത് ചെയ്യണം? 7നെ 4 കൊണ്ട് ഗുണിക്കുക. 7നെ 4 കൊണ്ട് ഗുണിക്കുക. പിന്നീട് അടുത്ത വരികളിൽ ഓരോ സംഖ്യയിൽ നിന്നും 1 കുറച്ച് എഴുതുക. അപ്പൊ എന്തായി മാറി? അടുത്ത വരി എന്തായിരിക്കും? അപ്പോ 7നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 28 എന്ന് കിട്ടി. പിന്നെ 6നെ 3 കൊണ്ട് ഗുണിക്കുക. 6 3 18 എന്ന് കിട്ടും. അല്ലെ? പിന്നെ വീണ്ടും
5നെ 2 കൊണ്ട് ഗുണിക്കുക. 5 2 10. പിന്നെ വീണ്ടും 4നെ 1 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്രയായിട്ട് 4. പിന്നെ അടുത്ത ഘട്ടത്തിൽ 3 ഗുണിക്കണം 0 എന്ന് വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കുക. 28ഉം 18ഉം 10ഉം 4ഉം ഒന്ന് കൂട്ടി നോക്കുക. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ആകെ കിട്ടുക? ആകെ കിട്ടുന്നത് 60 സമചതുരങ്ങളാണ് ഈ ചിത്രത്തിൽ ഉണ്ടാകുക, അല്ലെ? 60 സമചതുരങ്ങളുണ്ട്. അപ്പോൾ സമചതുരങ്ങളുടെ എണ്ണം കണ്ടെത്താനുള്ള ഒരു വഴി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള ഏത് ചിത്രങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഇനി എന്ത് കാണാം? സമചതുരങ്ങളുടെ എണ്ണം കാണാൻ കഴിയും. മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ചതുരങ്ങളാണ്. ഈ ചിത്രം നോക്കുക. എത്ര ചതുരങ്ങളുണ്ട്? ഹൗ മെനി റെക്ടാംഗിൾസ് ഇൻ ദി ഫിഗർ? എന്താണ് റെക്ടാംഗിളും സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം? ഇൻ എ സ്ക്വയർ ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ബട്ട് ഇൻ എ റെക്ടാംഗിൾ ഓൺലി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓൾ സ്ക്വയേഴ്സ് ആർ റെക്ടാംഗിൾസ് ബട്ട് നോട്ട് ഓൾ റെക്ടാംഗിൾസ് ആർ നോട്ട് സ്ക്വയർ. അതായത് ചതുരവും സമചതുരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കണം. പക്ഷെ ചതുരത്തിന്റെ അല്ല, സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. പക്ഷെ ചതുരത്തിന്റെ എതിർവശങ്ങൾ മാത്രമാണ് തുല്യമുണ്ടാകുക, അല്ലെ? എല്ലാ സമചതുരങ്ങളെയും നമുക്ക് ചതുരം എന്ന് വിളിക്കാം. പക്ഷെ എല്ലാ ചതുരങ്ങളെയും എന്ത് വിളിക്കാൻ കഴിയില്ല? സമചതുരം എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പൊ ആകെ എത്ര ചതുരങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തും ഉൾപ്പെടും, സമചതുരങ്ങളും ഉൾപ്പെടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് വി ക്യാൻ കൗണ്ട് ഹൗ മെനി റെക്ടാംഗിൾസ് ഇൻ ദി ഫിഗർ. എത്ര ചതുരങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് എണ്ണി നോക്കാം. 1. ഓക്കെ, 1. ദി സെക്കൻഡ് വൺ ഈസ് 2. 2, 3, പിന്നെ 4, 5 ചതുരമാണ്. 6, 7, 8, 9. അപ്പൊ ഈ ചിത്രത്തിൽ ആകെ എത്ര ചതുരങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 9 എന്നാണ് ഉത്തരം, അല്ലെ? ഇത് ചെറിയൊരു ചിത്രമായത് കൊണ്ടാണ് നമ്മൾ എണ്ണി നോക്കിയത്. 9 ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എണ്ണി നോക്കാതെ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പ വഴിയിലേക്ക് ഇനി പോകാം. ആദ്യം നമ്മൾ ഒരു വരിയിൽ എത്ര എണ്ണം ഉണ്ട് നോക്കുക, ചതുരങ്ങൾ എത്ര ഉണ്ട് നോക്കുക. എത്രയുണ്ട്? 1, 2. അപ്പോ 1, 2, 2 ചതുരങ്ങളാണ് ഒരു വരിയിലുള്ളത്. ഇനി ഇത് രണ്ടും കൂട്ടി നോക്കുക. 1ഉം 2ഉം നമ്മളിങ്ങനെ നമ്പർ കൊടുക്കുക. 1, 2. അപ്പൊ 1ഉം 2ഉം കൂട്ടിയാൽ 3 എന്ന് കിട്ടുന്നു. അതേപോലെ താഴോട്ടും എഴുതുക. 1ഉം 2ഉം. അപ്പൊ 1ഉം 2ഉം കൂട്ടിയാൽ 3. അപ്പൊ ഒരു വരിയുള്ള സംഖ്യകളൊക്കെ കൂട്ടുമ്പോൾ 3 എന്നാണ് കിട്ടുക. ഇങ്ങോട്ടുള്ള സംഖ്യകളൊക്കെ കൂട്ടുമ്പോഴും 3 എന്ന് കിട്ടും. അപ്പൊ ആകെ കണ്ടുപിടിക്കാൻ ഈ 3 × 3 ചെയ്താൽ മതി. 3 × 3 ചെയ്താൽ മതി. അപ്പൊ ആകെ ചതുരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ് എന്ന് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഇവിടെ നോക്കുക. ഹൗ മെനി റെക്ടാംഗിൾസ് ഇൻ ദി ഫിഗർ? ഈ ചിത്രത്തിൽ എത്ര ചതുരങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ചെയ്തു നോക്കിയാലോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു വരിയിൽ എത്ര എണ്ണം ഉണ്ട് നോക്കുക. ആ സംഖ്യകളൊന്ന് അടയാളപ്പെടുത്തി നോക്കുക. 1, 2, 3, 4, 5. ഇനി എന്ത് ചെയ്യണം? ഇനി ചെയ്യേണ്ടത് താഴോട്ട് അടയാളപ്പെടുത്തുക. 3. ഇനി ഈ വരിയുടെ സംഖ്യകളൊക്കെ ഒന്ന് കൂട്ടി നോക്കുക. 1, 2, 3, 3, 6, 4, 10, 5, 15 എന്നാണ് ഇവിടെ കിട്ടുക. അതേപോലെ താഴോട്ടാണെങ്കിൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പൊ ആകെ ചതുരങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എന്താണത്? 15 × 6 = 90. ഇനി ഇവിടെ ചതുരത്തിന് പകരം ഒരു സാമാന്തരികം വന്നാലും ഇതേ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ചിത്രങ്ങൾ മുഴുവൻ ഒരു സാമാന്തരികമാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ പ്രശ്നോത്തരിയിൽ വന്നൊരു ചോദ്യം അതായിരുന്നു, അല്ലെ? സാമാന്തരികങ്ങൾ വന്നാലും ഇതേ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കണക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുക. നിങ്ങൾക്ക് ഇതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ നിങ്ങളെ ഈ കണ്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി കൈമാറുക. വീണ്ടും നമുക്ക് അടുത്ത ഒരു കണക്കുമായി, അടുത്ത ഒരു വിഷയവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.